വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മലയാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ചാള അല്ലെങ്കിൽ മത്തി. ആ മീനിനെ നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ മീൻ വൃത്തിയാക്കി വരഞ്ഞ് മാറ്റി വയ്ക്കാം. 5 ചാളമീനാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. കറിവേപ്പിലയും ചുവന്നുള്ളിയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ചെറിയ തക്കാളി, ഇത്രയുമാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. തക്കാളി നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഇത്രയും ഐറ്റംസ് നന്നായിട്ട് കല്ലിൽ വെച്ച് ചതയ്ക്കാം. ഈ തക്കാളി ഇത്രയുള്ളൊരു ചെറിയ തക്കാളി തന്നെ മതി കേട്ടോ, ഇത് തന്നെ ധാരാളമാണ്. അപ്പം ഈ ചെറിയുള്ളിക്ക് പകരം സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്വാദ്. തക്കാളി ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് കല്ലിൽ വെച്ച് തന്നെ ചതച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ അരപ്പൂരേക്ക് ആയി പോവും. ഇങ്ങനത്തെ ഒരു പരുവത്തിലെടുക്കുക. ടേസ്റ്റ് ഇങ്ങനെ തന്നെ കല്ലിൽ വെച്ചാലാണ് കിട്ടുക. ഇനിയിപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഇല്ലെങ്കിൽ മിക്സിയിൽ ചതച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. ഇതിനകത്താണ് നമ്മൾ ഈ കറി മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചതച്ച് വെച്ച ഐറ്റംസ് എല്ലാം കൂടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ ചുവന്ന എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ കേട്ടോ, ഒരു ചൊവയൊന്നും ഇല്ലാതെ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ അത്. കാര്യം പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഈ തക്കാളിയുടെ സ്ലൈസ് ചെയ്തതിൻ്റെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി നമുക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട് കേട്ടോ, കാണിച്ചു തരാം എന്തിനാണെന്നുള്ളത്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈവച്ച് നല്ല നെരിച്ച് നല്ല ജ്യൂസ് പോലെയൊക്കെ ആക്കി എത്രമാത്രം നമുക്കത് തിരുമ്മി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രമാത്രം കൈവച്ച് തന്നെ. മിക്സിയിലിടരുത് കേട്ടോ. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഇത് വേറൊരു പോലെയൊക്കെ ആയിപ്പോവും. നമ്മൾ വിചാരിച്ച കാര്യത്തിലോട്ടെത്തില്ല. അപ്പം ഇത് നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ നെരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല്, നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ. കരി വെളിച്ചെണ്ണ ചുവന്നുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കറിവേപ്പിലൊക്കെ നന്നായിട്ട് കിടന്ന് അരഞ്ഞിട്ടുണ്ട്, ചതഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റി സ്മെല്ല് ഇപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി കറി ആയിക്കഴിഞ്ഞാൽ പറയാനില്ല. അപ്പം ഇങ്ങനെയൊക്കെ തയ്യാറാക്കി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഉണ്ടല്ലോ, ഇതേപോലെ ആയിരിക്കണം കേട്ടോ. ഇത്രയെങ്കിലും ആവണം, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ കൈവച്ച് തന്നെ നെരിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി എടുത്തിടണം. പിന്നെ ഒരു പ്രധാന കാര്യം എന്താ, ഞാനിപ്പോൾ ഉപ്പിടുന്നത് കണ്ടോ, ഇത് ഒന്ന് വായിലെടുത്ത് വെച്ച് നോക്കണം. അപ്പോഴേക്കും നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. കുറവ് എന്താ ഉള്ളത് അത് ഇപ്പോൾ ഇട്ടോളണം. കാര്യം നമ്മൾ കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇടാൻ പറ്റില്ല. അങ്ങനെയാണ് ആ കറി തയ്യാറായി നമ്മുടെ കയ്യിലോട്ട് എത്തുക. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ചെയ്യുക, പിന്നെ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം പെറുക്കിയിടുക. നമ്മൾ വറുക്കാനൊക്കെ മസാലയൊക്കെ പുരട്ടി നോക്കൂലേ, അതേപോലെ അങ്ങോട്ട് പെരട്ടുക. ശരിക്കും നമ്മൾ വറുക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് വെക്കുക. ഇനി ഇതുപോലൊരു പാത്രം എടുക്കുക. നല്ല അടപ്പുള്ളൊരു പാത്രം, അതായത് നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ അങ്ങനെ ഏതാണോ ഉള്ളത് നല്ല അടപ്പുള്ളൊരു പാത്രം നോക്കിയിട്ട് എടുക്കുക. ചേർന്ന് അടച്ച് വെക്കാൻ പറ്റുന്നൊരു പാത്രം. ഇതേപോലുള്ളൊരു പാത്രം മതി. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു വാഴയില ഇതേ റൗണ്ടല്ല, ഏകദേശം ഇത്രയൊക്കെ ഒരു അളവിനേക്കാൾ ഒരല്പം മേലെ വരുന്ന ഒരു അളവിലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. വാഴയില ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ, തീയിലൊന്ന് കാണിച്ചൊന്ന് വാട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോവുമല്ലോ. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഇതിന് ചുറ്റിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഏത് പാത്രം നിങ്ങൾ എടുക്കുന്ന ആ ഒരു അളവിലേക്ക് വാഴയില ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വാഴയില ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാഴയില ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റും ഗുണവും ഒക്കെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി സ്ലൈസ് ഉണ്ടല്ലോ, അതിൽ 2 ഞാനിപ്പോൾ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇനി 2 ബാക്കിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിൻ്റെ പുറത്തേക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ മസാല, ഇതിനകത്തുള്ള ഗ്രേവി ആദ്യം എടുക്കുക. ഗ്രേവി എടുത്തിട്ട് ആദ്യം അങ്ങോട്ട് ഒരു ബെഡ് പോലെ ആക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് കുറച്ച് ഗ്രേവി, ഒരു പകുതി ഗ്രേവി എടുക്കുക. പകുതി ഗ്രേവി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വിതറി നിരത്തി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അതൊരു ബെഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മളുടെ മത്തി എടുത്ത് ഇങ്ങനെ നിരത്തി കിടത്തി വെക്കുക. അപ്പോൾ ഏകദേശം അതങ്ങനെ ഒരു ബെഡിലിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കും. അതിന് ശേഷം ബാക്കിയുള്ള മസാല എല്ലാം കൂടി തൂത്തിട്ട് ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഏകദേശം നമ്മൾ ദം ചെയ്യണ പോലെയുള്ള പരിപാടി സെറ്റ് ചെയ്യുക ലെയറായിട്ട്. അപ്പം ഉള്ള ഗ്രേവി എല്ലാം തൂത്തിട്ട് ഇതിന് മേലിലും കൊടുക്കുക. കണ്ടോ, ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് ആദ്യം എടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ കംപ്ലീറ്റ് പണിയും ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിന് നമ്മൾക്ക്
ഇതിൻ്റെ മേളിലേക്ക് ഒരു വാഴയില കൂടി ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. അപ്പം വാഴയിലയുടെ ഫ്ലേവർ എനിക്ക് കിട്ടണം എന്ന് നന്നായിട്ടുണ്ട്. അപ്പം ഒരു പീസ് ഇല കൂടി ഇതുപോലെ എടുത്തിട്ട് ഞാൻ വഴറ്റിയ ഇല തന്നെയാണ് തീയിലൊന്ന് ചൂടാക്കിയത്. അതെടുത്ത് മേളിൽ വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ട് അതിൻ്റെ പുറത്ത് കൂടി തന്നെ ഇതേപോലെ അങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് ടൈറ്റായിട്ടുണ്ടാവും. വാഴയില ഉള്ളിലായിട്ട് തന്നെ കവറായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി ഇതൊരു 20-25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെ നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഈ സെറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് എന്തൊക്കെ വേറെ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചെയ്തിട്ടൊക്കെ വരാം. അപ്പോൾ ഇതവിടെ ഇരുന്നൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു സെറ്റായി വരും. അതവിടെ മാറിയിരിക്കട്ടെ. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലൊരു അപ്പച്ചെമ്പ് എടുത്തിട്ട് സ്റ്റീമർ എടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ആവി വരുമ്പോഴേക്കും ഇതൊന്ന് തുറന്നെടുത്ത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ഈ പാത്രം എല്ലാം സെറ്റാണ്, അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി മൂടി ഇതിൻ്റെ അപ്പച്ചെമ്പിൻ്റെ സ്റ്റീമറിൻ്റെ മൂടി വെച്ചിട്ട് അതൊന്ന് അടച്ചും കൂടി കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫ്ലെയിം വെച്ചിട്ട് ഏകദേശം ഓവർ ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ടു ഹൈ ആ ഒരു ലെവലിലേക്ക് ഫ്ലെയിം വയ്ക്കുക. ഇതൊന്ന് നന്നായിട്ട് അടച്ചും കൊടുക്കുക. എന്നിട്ടൊരു 15 തൊട്ട് 17 മിനിറ്റ് വരെയൊക്കെ കുക്ക് ചെയ്യാം. നന്നായിട്ട് സ്റ്റീം വന്നോട്ടെ. ഇപ്പോൾ സ്റ്റീമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓഫ് ചെയ്തു. കറക്റ്റ് ഒരു 17 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ആവിയൊക്കെ വന്ന് അതിൻ്റെ മേളിൽ വീണിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല, നല്ല ചൂടിലിരിക്കുകയാണ്. തുറക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നന്ന് തണുത്തോട്ടെ, എന്നിട്ട് നമുക്ക് തുറന്നിട്ട് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ തുണിയൊക്കെ പിടിച്ചിട്ട് എടുത്തത് ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അടപ്പ് വെച്ച് അടക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യരുത് കേട്ടോ, ഭയങ്കര മെനക്കേടാവും തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ മൂടി ഇളക്കിയിട്ട് ഇങ്ങനെയൊക്കെ അടച്ച് വെച്ചിട്ടൊക്കെ വേവിക്കുമ്പോഴത്തേക്കും തുറക്കാൻ ഭയങ്കര ഒരു ആങ്സൈറ്റി ആയിരിക്കും അല്ലേ. എനിക്കിപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ടെന്ന് കണ്ടറിയാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. നമ്മളെന്താ പറയുക, നമ്മൾ മീനിൻ്റെ ചട്ടിയിലൊക്കെ മൺചട്ടിയിലൊക്കെ വയ്ക്കുന്ന ആ ഒരു മീൻ പൊള്ളിച്ചതിൻ്റെയൊക്കെ ആ ഒരു ലെവലിൽ തന്നെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എന്ത് കുറവുണ്ടെങ്കിലും ആ മിക്സിങ് ടൈമിൽ തന്നെ ചേർത്തോളണം. ഒന്നും നമ്മൾ നാവിൽ വെച്ച് തന്നെ നോക്കണം. ആ സമയത്ത് നല്ല ടേസ്റ്റാണ്, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ എന്ത് കുറവുണ്ടെങ്കിലും അന്നേരം ഇടണം. ഇതിനകത്തിട്ട് ഇളക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ശരിക്കും സെർവ് ചെയ്യാൻ വേണ്ടി ടേബിളിലേക്ക് ഇങ്ങനെ തന്നെ എടുത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റും. അവിടെ ഇരുന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ളത് ഓരോരുത്തർക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ ഇതിൽ വേറെ ഇളക്കി മറിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചേർക്കാനോ ഉപ്പ് ചേർക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ ആ സമയത്ത് അത് ചെയ്യാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് നെയ്യോ എണ്ണയോ ഒക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മണം കൊണ്ടിട്ട് നല്ലൊരു വാസന, ഒന്നും പറയാനില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ വേറെ ചുറ്റിനും എത്ര കറികൾ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളിത് മാത്രം കൂട്ടി കഴിക്കുള്ളൂ, അത് ഉറപ്പാണ്. അതെനിക്ക് ഗ്യാരണ്ടി തരാം. എനിക്കിപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യണത് ഇത് കഴിച്ച് നോക്കിയപ്പം. ഇനി എന്തായാലും മീനൊന്ന് നോക്കട്ടെ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണ്ടേ, എത്രമാത്രം വെന്തിട്ടുണ്ടോന്നും കൂടി നോക്കണമല്ലോ. മീനിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ ഇത്. നല്ല രുചി കിട്ടുന്നുണ്ട് മീനിന്. അതുപോലെ ഗ്രേവിക്ക് അതിൻ്റെ ഡബിൾ ടേസ്റ്റും. പിന്നെ എനിക്ക് വേറൊന്നും പറയാനില്ല, നിങ്ങൾ ട്രൈ ചെയ്യൂ, അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും. പിന്നെ പ്രത്യേകമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് പുളിയില്ലാത്തൊരു കറിയാണ് പൊള്ളിച്ചത്. പുളി ഇഷ്ടമായിട്ടുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയുള്ള പുളിയാണോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് പോവല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.